ജാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിലെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്ത്. ജാർഖണ്ഡിൽ BJP എന്ന ഭാരത് പ്ലസിന്റെ പ്രവചനം BJP കേവല ഭൂരിപക്ഷം നേടും. ജയമം 21 സീറ്റിൽ ഒതുങ്ങും. മഹാരാഷ്ട്രയിൽ മഹായുദ്ധി സഖ്യത്തിന് ഭരണ തുടർച്ചയെന്നും ABP ന്യൂസും പോൾ ഡയറിയുടെയും പ്രവചനം. 122 മുതൽ 186 വരെ മഹായുദ്ധി നേടുമെന്നാണ് എക്സിറ്റ് പോൾ. BJP എന്ന് മാട്രിക്സിന്റെ പ്രവചനം. വിവരങ്ങളുമായി ഇപ്പോൾ CBC ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരും. സിബി, വളരെ കൃത്യമായി തന്നെ ജാർഖണ്ഡിലടക്കം BJP പയറ്റിയ തന്ത്രം വർഗീയതയും വിദ്വേഷത്തിൻ്റെ വിഭജനത്തിൻ്റെ രാഷ്ട്രീയം ജാർഖണ്ഡിൽ കണ്ടതാണ്. അമിത്ഷായും മോദിയും അടക്കം നടത്തിയ പ്രസ്താവനകൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ വലിയ തരത്തിൽ മഹാവികാസ് അഘാഡിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഒരു ആത്മവിശ്വാസമായാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും ചെയ്തത്. ഇപ്പോൾ പ്രാഥമികമായ എക്സിറ്റ് ഫലങ്ങൾ വരുമ്പോൾ BJPക്ക് മുൻതൂക്കമെന്നാണ് വരുന്നത്. എല്ലാ എക്സിറ്റ് ഫലങ്ങളും അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? സിജു, തീർച്ചയായും എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ BJPക്ക് മുൻതൂക്കം നൽകുകയാണ്. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും BJPക്ക് തന്നെയാണ് മുൻതൂക്കം നൽകുന്ന എക്സിറ്റ് പോൾ ഫലം ഇപ്പോൾ പുറത്തു വരുന്നത്. ആദ്യം ഭാരത് പ്ലസിൻ്റെ പ്രവചനമാണ് വന്നത്. ഭാരത് പ്ലസ് പറയുന്നത് ജാർഖണ്ഡിൽ BJPക്ക് അവിടെ ഒരു കേവല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തുമെന്നുള്ളൊരു പ്രവചനമാണ് ഭാരത് പ്ലസ് അവിടെ പ്രവചിക്കുന്നത്. 81 സീറ്റാണ് ജാർഖണ്ഡിലുള്ളത്. അതിൽ 43 സീറ്റുകൾ വരെ BJPക്ക് ലഭിക്കുമെന്നുള്ളതാണ് അവിടെ ഭാരത് പ്ലസിൻ്റെ ഒരു പ്രവചനം എന്ന് പറയുന്നത്. അവിടെ ജയമം ജാർഖണ്ഡ് മുക്തി മോർച്ച അവിടെ 21 സീറ്റിൽ ഒതുങ്ങുമെന്നും ഇത്തരത്തിൽ ഭാരത് പ്ലസ് പ്രവചിക്കുന്നു. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിലും ഈ BJP നയിക്കുന്ന മഹായുദ്ധി സഖ്യത്തിനായിരിക്കും ഒരു ഭരണ തുടർച്ച എന്നുള്ളൊരു പ്രവചനം കൂടി ഇപ്പോൾ കൂടുതൽ പേരും പ്രവചിക്കുന്നു. ഇവിടെ ആദ്യം വന്നത് പോൾ ഡയറി പ്രവചനമാണ്. ഈ പോൾ ഡയറിയുടെ പ്രവചനം അനുസരിച്ച് മഹാരാഷ്ട്രയിൽ മഹായുദ്ധി സഖ്യത്തിന് ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്നുള്ളതാണ്. അതായത് 122 മുതൽ 186 വരെ മഹായുദ്ധി സഖ്യത്തിന് ഇത്തരത്തിൽ ഒരു ഭൂരിപക്ഷം ലഭിക്കുമെന്നുള്ളതാണ്. 288 സീറ്റാണ് അവിടെ ഉള്ളത്. 145 സീറ്റാണ് കേവല ഭൂരിപക്ഷം. അവിടെ വ്യക്തമായ കേവല ഭൂരിപക്ഷം ഇത്തരത്തിൽ മഹായുദ്ധി സഖ്യത്തിന് ലഭിക്കുമെന്നും പ്രവചിക്കുന്നു. അതോടൊപ്പം തന്നെ മാട്രിക്സിൻ്റെ പ്രവചനം അനുസരിച്ച് മഹാരാഷ്ട്രയിൽ BJP തന്നെ അല്ലെങ്കിൽ BJP നയിക്കുന്ന മഹായുദ്ധി സഖ്യത്തിന് തന്നെയാണ് മാട്രിക്സും അവിടെ പ്രവചിക്കുന്നത്. മാട്രിക്സിൻ്റെ പ്രവചനം അനുസരിച്ച് BJP സഖ്യത്തിന് 150 മുതൽ 170 വരെ സീറ്റ് ലഭിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രവചനം. അതുകൂടാതെ ഇന്ത്യ സഖ്യത്തിന് അല്ലെങ്കിൽ മഹാവികാസ് അഘാഡി സഖ്യം 110 മുതൽ 130 വരെ സീറ്റുകൾ ലഭിക്കുമെന്നുള്ളത്. അതായത് അവിടെ ഒരു വലിയ പോരാട്ടം തന്നെ ഉണ്ട് എന്ന് ഈ ഒരു മാട്രിക്സിൻ്റെ പ്രവചനത്തിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. മറ്റൊന്ന് ABP ന്യൂസിൻ്റെ ഒരു പ്രവചനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും മഹാരാഷ്ട്രയിൽ മഹായുദ്ധി സഖ്യത്തിന് തന്നെയാണ് അവിടെ മുൻതൂക്കം നൽകുന്നത്. മഹായുദ്ധി സഖ്യം അവിടെ 150 മുതൽ 170 വരെ സീറ്റുകൾ നേടി അവിടെ ഈ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് ഇത്തരത്തിൽ ABP ന്യൂസ് പ്രവചിക്കുന്നു. അതുകൂടാതെ മഹാവികാസ് അഘാഡി സഖ്യം 110 മുതൽ 130 സീറ്റ് വരെ ലഭിക്കുമെന്നുള്ളൊരു പ്രവചനമാണ് നടത്തിയിരിക്കുന്നത്. അതായാലും പൊതുവെ ഈ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും BJPക്ക് അല്ലെങ്കിൽ BJP നയിക്കുന്ന മുന്നണിക്കും സഖ്യത്തിനും അനുകൂലമായൊരു പ്രവചനമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സിജു, സിബി, എക്സിറ്റ് പോളുകളുടെ ഒരു പ്രവചനത്തിൻ്റെ ഒരു ശാസ്ത്രീയതയെക്കുറിച്ചൊക്കെ പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ ജാർഖണ്ഡിൽ നമുക്കറിയാം, ജാർഖണ്ഡിൽ JMMൽ അടക്കമുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ അവിടെ നേരത്തെ തന്നെ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ മഹാരാഷ്ട്രയിൽ ഒരിക്കൽ പോലും ഒരു കൃത്യമായൊരു രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ പ്രാദേശിക പ്രശ്നങ്ങൾ, ഓരോ പ്രദേശത്തിനും അതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ വിദർഭ മേഖലയിലായാലും കൊങ്കൺ മേഖലയിലായാലും അടക്കം അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അതായത് കാർഷിക വിലത്തകർച്ച അടക്കം തൊഴിലില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ വലിയ തരത്തിൽ ഉയർത്തിക്കൊണ്ട് വരാൻ മഹാവികാസ് അഘാഡി സഖ്യത്തിന് കഴിഞ്ഞിരുന്നു. അതായത് മഹായുദ്ധി സഖ്യത്തിൻ്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ അതിനെല്ലാം മറികടക്കുന്ന തരത്തിലേക്ക് വർഗീയ പ്രചരണങ്ങൾ കൊണ്ടുവരാൻ BJPക്ക് കൃത്യമായി കഴിയുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നുണ്ട്. കാരണം വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്സ്, ഒരു രാഷ്ട്രീയം അവിടെ ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ പോലും രണ്ടു കൂട്ടരും, അതായത് മഹായുദ്ധി നേരത്തെ ഈ ലഡ്കി ബഹൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 1500 രൂപ കൊടുത്തത് അതിനെ കവച്ചു വയ്ക്കാൻ 3000 രൂപയുമായി മഹാവികാസ് അഘാഡി സഖ്യം വരികയും ചെയ്തു. അത്തരം പ്രഖ്യാപനങ്ങൾ പോലും മുഖവിലേക്ക് എടുക്കാൻ പറ്റാത്ത തരത്തിലേക്ക് BJPയുടെ വർഗീയ പ്രചരണം അവിടെ പച്ചപിടിച്ചോ? അത്തരത്തിൽ പറയേണ്ടി വരുന്നുണ്ടോ? ഈ എക്സിറ്റ് പോളുകളെ അത്തരത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും അതുകൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്.
സിജു പറഞ്ഞ പോലെ തന്നെ എക്സിറ്റ് പോളുകൾ ഇപ്പോൾ നമുക്ക് പൂർണ്ണമായും കണക്കിലെടുക്കാൻ കഴിയില്ല. കാരണം നമുക്കറിയാം ഹരിയാനയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വ്യക്തമാണ്. അവിടെ കോൺഗ്രസ് അടക്കം വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നും അധികാരത്തിലെത്തുമെന്നും പറഞ്ഞെങ്കിലും എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് BJP അധികാരത്തിലെത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളിന് എത്രത്തോളം നമുക്ക് ആശ്രയിക്കാൻ കഴിയുമെന്നുള്ളത് വലിയ ചോദ്യമായി നിൽക്കുന്നു. പക്ഷേ സിജു പറഞ്ഞ പോലെ തന്നെ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഒരേപോലെ തന്നെ വർഗീയ പ്രസംഗവും വിദ്വേഷ പ്രസംഗവും തന്നെയായിരുന്നു BJPയുടെ പ്രചരണ ആയുധം എന്ന് പറയുന്നത്. ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും പ്രത്യേകത എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലും അതോടൊപ്പം തന്നെ ജാർഖണ്ഡിലും ഈ രണ്ടിടങ്ങളിലും പ്രാദേശിക സഖ്യകക്ഷികൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അതായത് പ്രാദേശിക സഖ്യകക്ഷികളുടെ പിന്തുണയില്ലാതെ BJPക്കോ കോൺഗ്രസിനോ അവിടെ ഒറ്റയ്ക്ക് അധികാരത്തിലെത്താൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ വളരെ വലിയ കലുഷിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ട്. അവിടെ ശിവസേനയും അതോടൊപ്പം തന്നെ ഈ NCPയും ഇതിൽ യഥാർത്ഥ ശിവസേന ഏത്, യഥാർത്ഥ NCP ഏതെന്ന ഒരു വലിയ ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. ഈ രണ്ട് മുന്നണികളും പിളർത്തിക്കൊണ്ടാണ് BJP അവിടെ വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരർത്ഥത്തിൽ നമുക്ക് പറഞ്ഞാൽ ഈ ശിവസേനകൾ രണ്ടായത്, NCP രണ്ടായത്, ഫലത്തിൽ ഈ രണ്ടു കൂട്ടർക്കും വലിയ തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ രണ്ട് കൂട്ടർക്കും വലിയ തിരിച്ചടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം BJPയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് BJPയുടെ സഖ്യകക്ഷികളെ വർഷങ്ങൾ കൊണ്ട് അവർ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം BJPയെ സംബന്ധിച്ചുണ്ട്. ഈ ഇത്തരത്തിൽ 2019 തന്നെ ഉദ്ധവ് താക്കറെ, ശിവസേന ഉദ്ധവ് താക്കറെ എല്ലാം തന്നെയും BJPയുമായി വർഷങ്ങളായി ശിവസേന രൂപീകരിക്കുന്ന അന്ന് മുതൽ BJPയുടെ കൂടെയുള്ള പാർട്ടിയായിരുന്നു ശിവസേന. ഏതാണ്ട് BJPയുടെ അതേ സ്വഭാവം, ഒരു ഹിന്ദുത്വ സ്വഭാവവും ഉള്ളൊരു പാർട്ടി കൂടിയായിരുന്നു. പക്ഷേ എന്നിട്ടും ഈ ശിവസേനയെ ഇല്ലാതാക്കാൻ BJP ശ്രമിക്കുന്നു എന്നെല്ലാം തന്നെയും ആരോപണം ഉന്നയിച്ചുകൊണ്ടും സീറ്റ് വിഭജന തർക്കത്തിലെല്ലാം തന്നെയുമാണ് 2019 യത്തിൽ ഉദ്ധവ് താക്കറെ ഈ ഒരു മുന്നണി വിടാനുള്ള കാരണമെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇവിടെയും ഈ ശിവസേനയ്ക്കും NCPക്കും വളരെ വലിയൊരു അവരുടെ ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് മഹാരാഷ്ട്രയിൽ എന്ന് പറയേണ്ടി വരും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ശരത് പവാറിനും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഉദ്ധവ് താക്കറെ കഴിഞ്ഞുവെങ്കിലും ആ ഒരു വിജയം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അവിടെ കഴിഞ്ഞു, മഹാവികാസ് അഗാഡി സഖ്യത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഒരു വിജയം 2019 ആവർത്തിക്കാൻ കഴിയുമോ, 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് വളരെ വലിയ ചോദ്യമായി നിൽക്കുന്നു. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെയെല്ലാം തന്നെയും മഹാരാഷ്ട്രയിൽ ഇത്തരത്തിൽ ഈ മഹായുദ്ധ സഖ്യത്തിന്, അതായത് BJPയും അതോടൊപ്പം തന്നെ NCP അജിത് പവാർ പക്ഷവും ശിവസേന എല്ലാം തന്നെ അടങ്ങുന്ന ശിവസേന ഏകനാഥ് ഷിൻഡെയും അടങ്ങുന്ന ഈ ഒരു സഖ്യത്തിന് തന്നെയാണ് ഇപ്പോൾ മുൻതൂക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന ഓരോരോ ഇപ്പോൾ റിപ്പബ്ലിക്കിൻ്റെ എക്സിറ്റ് പോൾ വരുമ്പോൾ അവിടെയും ഇന്ത്യ സഖ്യത്തിന് 137 മുതൽ 157 സീറ്റ് നേടുമെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഈ ഒരു മഹാവികാസ് അഗാഡി സഖ്യത്തിന് ഒരു മുൻതൂക്കം നൽകുന്നത് റിപ്പബ്ലിക്കിൻ്റെ എക്സിറ്റ് പോൾ ആണെന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. റിപ്പബ്ലിക്കിൻ്റെ എക്സിറ്റ് പോളിൽ ഇപ്പോൾ പറയുന്നത് മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം, അതായത് മഹാവികാസ് അഗാഡി സഖ്യം 137 മുതൽ 157 സീറ്റ് വരെ ലഭിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേങ്കിലും മഹാരാഷ്ട്രയിൽ ഭൂരിഭാഗവും BJP നയിക്കുന്ന മഹായുദ്ധി സഖ്യത്തിന് തന്നെയാണ് മുൻതൂക്കം നൽകിയിരിക്കുന്നത്. ജാർഖണ്ഡിലേക്ക് പോയാൽ ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് ഏറെ സ്വാധീനമുള്ള, അല്ലെങ്കിൽ ഗോത്ര മേഖലയിൽ ഏറെ സ്വാധീനമുള്ള ഒരു പാർട്ടി കൂടിയാണ് ജാർഖണ്ഡ് മുക്തി മോർച്ച. ഈ ഗോത്ര മേഖലയിൽ കൂടി BJPക്ക് സ്വാധീനം ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ജാർഖണ്ഡിലെ ഈ ഒരു പ്രവചനം പുറത്തേക്ക് വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ജാർഖണ്ഡിൽ BJP കേവല ഭൂരിപക്ഷം നേടുമെന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നു. ജാർഖണ്ഡിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വളരെ വലിയ മുൻതൂക്കമുണ്ടായിരുന്നു. അവിടെ 14 ലോക്സഭാ മണ്ഡലത്തിൽ BJP 8 സീറ്റിൽ ജാർഖണ്ഡിൽ വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേ ഒരു ആവർത്തനം ഇത്തരത്തിൽ ഈ BJPക്ക് ജാർഖണ്ഡിൽ ഉണ്ടാകുന്നത് തന്നെയാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത്. അവിടെ നമുക്കറിയാം ചമ്പൈ സോറനെ, അതായത് ഈ സോറൻ കുടുംബത്തിൽ ഒരു വിള്ളലുണ്ടാക്കാൻ BJPക്ക് സാധിച്ചിരുന്നു. അവിടുത്തെ ഒരു രാഷ്ട്രീയമായ പ്രസംഗമെല്ലാം വർഗീയ പ്രസംഗമായിരുന്നു. പ്രത്യേകിച്ച് ആദിവാസി മേഖലയിലെ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് അവിടെ ഈ ബംഗ്ലാദേശിൽ നിന്നെത്തുന്ന നുഴഞ്ഞേറ്റക്കാർ ആദിവാസി സ്ത്രീകളെ വശീകരിക്കുന്നു, അവരെ വിവാഹം കഴിക്കുന്നു, അവരുടെ ഭൂമി തട്ടിയെടുക്കുന്നു എന്നെല്ലാം തന്നെയും മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു BJPയുടെ പ്രചരണ ആയുധം. ഇത്തരത്തിലെല്ലാം തന്നെയും വളരെ വലിയ വർഗീയ പരാമർശങ്ങളായിരുന്നു BJP ജാർഖണ്ഡിൽ ആകമാനം നടത്തിയത്. എന്തായാലും BJP അവിടെ ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ BJPയുടെ ഒരു വർഗീയ പ്രസംഗം എല്ലാം തന്നെയും ഫലം കണ്ടു എന്ന് പറയേണ്ടി വരും. പക്ഷേ എന്തായാലും ഫലങ്ങളിൽ
പുറത്തു വരുമ്പോൾ റിപ്പബ്ലിക്കിൻ്റെ എക്സിറ്റ് പോൾ മാത്രമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് മഹാരാഷ്ട്രയിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റം പ്രവചിച്ചിരിക്കുന്നു. 137 മുതൽ 157 വരെ സീറ്റ് നേടുമെന്നുള്ളത്. കഴിഞ്ഞ തവണയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പ്രവചനങ്ങൾ റിപ്പബ്ലിക് TV നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ റിപ്പബ്ലിക് TV മാത്രമാണ്, നമുക്കറിയാം റിപ്പബ്ലിക് TVയുടെ ഒരു രാഷ്ട്രീയ നിലപാടിനെ കുറിച്ചൊക്കെ കൃത്യമായി അറിയുകയും ചെയ്യാം. ഏതായാലും ഇപ്പോൾ ഇനി 137 മുതൽ 157 വരെ സീറ്റ് ഇന്ത്യ സഖ്യം നേടുമെന്നാണ് റിപ്പബ്ലിക് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു പറയുകയും ചെയ്യുന്നത്. ഒരുപക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്തു തന്നെ ആയാലും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവചനങ്ങൾ അമ്പേ പാളിയത് നമ്മൾ കണ്ടതാണ്. പക്ഷേ BJP അന്നും ആ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മോദി നടത്തിയ 130 പ്രസംഗങ്ങൾ, അത് 110 വിദ്വേഷ പ്രസംഗങ്ങളായിരുന്നു. അതേ നിലപാട് തന്നെയാണ് ജാർഖണ്ഡ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലടക്കം. മഹാരാഷ്ട്രയിൽ ഹിന്ദു ഐക്യം എന്ന് പറയുന്ന തരത്തിൽ വലിയ ഒരു ശിവസേനക്കാരെ കൂടി മറാഠ വംശജരെ കൂടി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളടക്കം BJP നടത്തുകയും ചെയ്തു. അത്തരത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ കൃത്യമായൊരു രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ തന്നെ വർഗീയ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് ഒരു വോട്ട് കിട്ടിയെന്ന അർത്ഥത്തിലേക്ക് വ്യാഖ്യാനിക്കുന്നതിന് വരുന്നുണ്ടോ ഈ ജാർഖണ്ഡിലായാലും മഹാരാഷ്ട്രയിലായാലും? BJP ഒരു രാഷ്ട്രീയവും ജനത്തിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാതെ കൃത്യം വിദ്വേഷ രാഷ്ട്രീയം തന്നെ അവതരിപ്പിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം BJPയുടെ ഈ ജാർഖണ്ഡിലെല്ലാം തന്നെയും പ്രസംഗങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ ഒരു നമുക്കറിയാം ജാർഖണ്ഡിലൊരു സാമൂഹ്യപരമായ ഇത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ 27% ആദിവാസി ഗോത്ര മേഖലയാണ്. അതായത് അവിടെ 81 സീറ്റിൽ 44 സീറ്റ് മാത്രമാണ് ജനറൽ സീറ്റുള്ളത്. ബാക്കി 37 സീറ്റും SC/ST സീറ്റുകളാണ്. അതായത് ആദിവാസി മേഖലയ്ക്ക് ഏറെ സ്വാധീനമുള്ള ഒരു പ്രദേശം കൂടിയാണ്. അവിടെ ഒരിക്കലും BJPക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. BJPക്ക് വലിയ നേട്ടമുണ്ടാക്കി എല്ലാം തന്നെയും ഈ ആദിവാസി ഫലങ്ങൾ പുറത്തു വരുമ്പോൾ, ജാർഖണ്ഡ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ കൂടുതൽ എക്സിറ്റ് പോൾ ഫലങ്ങളിലും BJPക്ക് ആണ് മുൻതൂക്കം പ്രവചിക്കുന്നത്.